റീൽസ് അതുപോലെ തന്നെ ഫോട്ടോസ് അതിന്ന് മാത്രം കിട്ടിയാണ് $100 എന്ന് പറഞ്ഞു. 2 ആയിരുന്നു. ശരി സോറി, നമ്മുടെ ഇൻസ്ട്രീമാറ്റ്സ് കൊണ്ട് സംഭവം അതാണ് വലിയ വീഡിയോക്കുള്ള നമുക്ക് വരുമാനം വരുന്ന ഒരു ഇത്. ഈ ലോകത്തിലെ ഒരു ആണ് ഒരു പെണ്ണുമേലെ കൊണ്ട് പ്രേമത്തിക്കാக. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്ന വേറെ ഒന്നുകൊണ്ടല്ല. ഇന്നലെ നമ്മുടെ വരുമാനം ഫസ്റ്റ് വന്ന വരുമാനം ഫേസ്ബുക്കിൽ വന്ന വരുമാനത്തെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചു ആ എമൗണ്ട് എത്രയാണ്, അതുപോലെ തന്നെ എങ്ങനെ വന്ന് യൂട്യൂബിൽ നിന്നാണോ ഫേസ്ബുക്കിൽ നിന്നാണോ. നമ്മൾ ടംലൈനിൽ ഫേസ്ബുക്ക് കൊടുത്താലും ഒരുപാട് പേർക്ക് അറിയാതെ യൂട്യൂബിൽ നിന്നാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനുള്ളൊക്കെ ഒരു എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് വന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ഡൗട്ട്, കാരണം എല്ലാവരും കഴിഞ്ഞ ദിവസം നമ്മളൊരു വാഴാനി ഡാമിൽ പോയിട്ടൊരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ താഴെ കുറേ പേര് കമൻറ്റ് ചെയ്തു ഇവളോട് മേക്കപ്പ് ചെയ്യാൻ പറയാം. അപ്പം ഞാൻ ഇവളോട് മേക്കപ്പ് ചെയ്യാനൊക്കെ പറയാറുണ്ട്. ഇവള് മേക്കപ്പ് മീൻസ് ആകെ ഇപ്പോൾ സൺസ്ക്രീം എന്തൊരു സംഭവം മാത്രം എൻ്റെ സിസ്റ്റർ കൊടുത്തിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നീ ഒരു യെല്ലോ കളർ യൂസ് ചെയ്യുന്നില്ലേ? ഓക്കെ, ഒരു റോസ് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്, അത് മാത്രമേ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ നമ്മുടെ അടുത്ത് ബ്യൂട്ടി പാർലർ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐബ്രോ. അപ്പോൾ അത് ചെയ്യാൻ പറയുമ്പോൾ ഇവളെ സംബന്ധിച്ച് കുറച്ച് കോസ്റ്റ് വരുന്ന കാര്യങ്ങളൊന്നും കൂടി വേണ്ട പറയുകയാണ്, ഇവൾക്ക് താല്പര്യമില്ല. അപ്പോൾ ശരി, പക്ഷെ നമ്മുടെ ഇവിടേക്ക് വന്നപ്പോൾ കുറേയൊക്കെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചു. പിന്നെ കുറച്ചൊക്കെ മാറി, ചില കാര്യങ്ങൾ മാറാറുണ്ട്. ഇനി എന്തെങ്കിലും മാറാണെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാൻ പറയാം. കാരണം ഞങ്ങളെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് പല സജഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതറിയാം. അപ്പോൾ നമ്മുടെ കണ്ടന്റിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് വീഡിയോ വന്ന എമൗണ്ട് എന്ന് പറയണത് നമുക്കൊരു 8,000. എല്ലാവർക്കും അറിയാം $100 അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലാണ് എമൗണ്ട് കിട്ടുക. അത് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും അങ്ങനെയെന്നൊക്കെ അറിയാം. യൂട്യൂബിൽ ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല, ഫേസ്ബുക്കിൽ നിന്നാണ് വന്നത്. ஃபர்ஸ்ட் யூடியூப்ல இடுறதுக்கு முன்னாடி ஃபேஸ்புக்ல இட்டிருந்தா ஃபேஸ்புக்ல இதுக்கு முன்னாடி வந்திருக்கும். ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങിയത് യൂട്യൂബ് ആയിരുന്നു. ഞാൻ പറയട്ടെ, இந்த மாதிரி பர்றபடி என்ன പറയുവാ. ശരി പറഞ്ഞു. யூடியூப்ல நாங்க ஃபர்ஸ்ட் யூடியூப்ல தான் ஸ்டார்ட் பண்ணிருந்தோம். இல்ல அப்பவே ஃபேஸ்புக்ல ஸ்டார்ட் பண்ணிருந்தா அப்பவே பைசா வந்திருக்கும். ஆனா யூடியூப்ல இன்னும் வந்துட்டு இல்ல, ஃபேஸ்புக்ல மட்டும் தான் வந்திருக்கு அமௌண்ட். യൂട്യൂബിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കുറേ വീഡിയോസ് ഇട്ടപ്പോൾ, അതായത് എപ്പോഴും നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഇപ്പോൾ നമ്മളൊരു കട തുറക്കുന്ന പോലെയാണ്, നമ്മൾ ഷോപ്പ് തുടങ്ങി ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഒരു ഷോപ്പ് തുറന്നു കഴിഞ്ഞാൽ എന്ന് നമ്മുടെ കടയ്ക്ക് ആൾക്കാർ വരും. നമ്മൾ ഇന്ന് തുറന്നു, നാളെ തുറന്നില്ല, 2 ദിവസം കഴിഞ്ഞ് തുറന്നില്ല, പിന്നെ ഒരു ദിവസം തുറന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ടുള്ള വരുന്ന ഫ്ലോ കുറയും. ആൾക്കാർക്ക് അറിയില്ല നമ്മൾ തുറക്കുന്നുണ്ടോ ഇല്ലയോ. അതുപോലെ തന്നെ നമ്മൾ എന്ത് യൂട്യൂബായാലും ഫേസ്ബുക്കായാലും കണ്ടിന്യൂ ആയി വീഡിയോ ഇടണം. കാരണം ഞങ്ങൾ ഞാൻ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും വീഡിയോ ഇടും. എന്നിട്ട് നമ്മൾ പിന്നെ നമ്മുടെ വർക്കും ബിസി കാരണം നമ്മളൊരു മാസം 2 മാസം ഇടാതിരിക്കും. നമ്മൾ ഞാൻ ഒരു വർക്കിന് പോകുന്നുണ്ട്, ഇൻറ്റീരിയർ വർക്കാണ്. അപ്പോൾ അതിന് പോകുമ്പോൾ നമ്മൾ ബിസി കാരണം ഇടില്ല. പിന്നെ നമ്മൾ ഇടുമ്പോൾ എന്താ ആ വീഡിയോയ്ക്കൊന്നും വ്യൂസ് വരില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ ഒരു വീഡിയോ ഇപ്പോൾ വീക്കിലി ഒരു 3 വീഡിയോ അല്ലെങ്കിൽ 4 വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അത് ലെങ്ത് വീഡിയോ ഇല്ലെങ്കിലും അവിടെ ഷോർട്സ് എങ്കിലും ഇടും, റീൽസ് ഇടും. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ നമ്മളൊരു ഫോട്ടോ ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോ എങ്കിലും ഇത്ര ദിവസത്തിൻ്റെ ഇടയിൽ, അത് കറക്റ്റായി ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിൻ്റെ ഇടയിൽ 3 വീക്സോ 4 വീക്സോ ഒന്നുണ്ട്, ഒരു ഫോട്ടോയിൽ അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഐ ഡിയൊക്കെ നമുക്ക് ആ ID ക്ലോസ് ആവുമല്ല, നമുക്ക് ഈ വരുന്ന ആ ഒരു മോണിറ്റൈസേഷൻ ക്യാൻസലായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കിട്ടിയത് $100 എന്ന് പറയുന്നത് ഞങ്ങൾ വലിയ വീഡിയോ ഞങ്ങൾ ഇടുന്ന ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലെങ്തി വീഡിയോ ഒന്നും ഞങ്ങൾക്ക് വരുമാനം കിട്ടി. ഇതൊന്ന് കിട്ടും ചെറിയൊരു ബോണസ്. ശരിക്കും പോലെ നമ്മൾ ഷോർട്സ് വീഡിയോ ഫോട്ടോസ് അതിന്ന് മാത്രം വന്ന അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിട്ട 45K വ്യൂസ്, ഇവിടെ ഇടയ്ക്ക് ഒരു മണ്ടത്തരം പറയാതെ കാര്യം കണ്ട. അപ്പോൾ നമ്മൾ ഇട്ട ഈ വീഡിയോയ്ക്ക് ജസ്റ്റ് നമുക്ക് $1 $2 കിട്ടിയാൽ കിട്ടി. ചിലപ്പോൾ $1 പറയണ 83 രൂപ സംതിങ് ആണ്. 83 രൂപ കിട്ടിയാൽ കിട്ടി, കാരണം ഇത് ബോണസാണ്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഇൻസ്ട്രീമാറ്റ്സ് കൊണ്ട് സംഭവം അതാണ് വലിയ വീഡിയോയ്ക്കുള്ള നമുക്ക് വരുമാനം വരുന്ന ഒരു ഇത്. അത് നമുക്കിപ്പോൾ അവൈലബിൾ ആയി കിട്ടിയില്ല. കാരണം അത് നമ്മുടെ റിവ്യൂ പോയിട്ടുണ്ട്, പക്ഷെ അത് അവൈലബിൾ ആയി കിട്ടാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ അവൈലബിൾ ആയി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിൻ്റെ നമുക്കതിനെ വെച്ച് ടാർഗറ്റൊക്കെ നമ്മൾ പൂർത്തിയായി കഴിഞ്ഞു. എത്ര മണിക്കൂർ വേണം അതൊക്കെ നമ്മൾ പൂർത്തിയായി. പക്ഷെ അതിൻ്റെ റിവ്യൂ പോയിട്ടുണ്ട്. ആ റിവ്യൂ അവിടെ നിന്ന് സബ്മിറ്റ് ചെയ്ത് നമുക്ക് റിട്ടേൺ വരുന്ന കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഈ ലെങ്തി വീഡിയോ ഒന്നും നമുക്ക് വരുമാനമേ കിട്ടുന്നില്ല. നമുക്ക് ഷോർട്സ് വീഡിയോ റീൽസ് അതുപോലെ തന്നെ ഫോട്ടോസ് അതിന്ന് മാത്രം കിട്ടിയാണ് $100 എന്ന് പറയുന്നത്. $100 അല്ല, ശരിക്കും പറഞ്ഞാൽ നമുക്ക് $130 ഉണ്ടായി. പക്ഷെ $100 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളത്തെ എമൗണ്ട് ട്രാൻസ്ഫർ ആവും. ഇനി അടുത്ത $100 ആവുമ്പോൾ തോന്നുന്നു
കാരണം നമുക്ക് ഫസ്റ്റ് എമൗണ്ട് വന്നിട്ടുള്ളൂ, ഇതൊരു സെക്കൻഡ് എമൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ചിലപ്പം $100 ആവുന്നതിനെക്കാട്ടും മുമ്പ് അത് റിട്ടേൺ വരുമായിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ക്ലോസ് ആകുമ്പോൾ. കാരണം അടുത്ത മന്ത് നമുക്കറിയാം, നമ്മൾ അറിയാത്ത കാര്യം സംസാരിക്കുന്നുള്ളൂ. കാരണം പലരും വീഡിയോസിൽ പറയും, പക്ഷെ നമ്മളിൽ അനുഭവം വന്നതല്ല നമ്മൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ എമൗണ്ട് പറയണത് 8,000 സംതിങ് ആണ് വന്നിരിക്കുന്നത്. അതായത് 8,000 രൂപ, അതായത് 8,000 ചില്ലാനും. അതായത് നമുക്ക് ശരിക്കും $100 പറയുമ്പോൾ അമേരിക്കൻ ഡോളർ വെച്ച് 83 രൂപ 65 പൈസ എങ്ങനെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ 8,000 സംതിങ് ആണ് നമുക്ക് വരും. അതാണ് ഫസ്റ്റത്തെ 8,000. നമ്മുടെ ചെറിയ സംബന്ധിച്ച് നമ്മൾ ചെറിയ മണിയാണ്, പക്ഷെ നമ്മളാ ഒരു പൈസ നമ്മുടെ കയ്യിൽ കിട്ടുന്ന നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മൾ ATM നിന്ന് പോയി എടുക്കുമ്പോഴും അതുപോലെ ആ ഒരു ഫണ്ട് നമ്മുടെ കാലത്ത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ കാരണം നമ്മൾ ഇതിനു വേണ്ടി കുറേ ദിവസമായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുറേ പേര് വീഡിയോ ഇടണ്ടെന്ന് പറയും, നമ്മൾ അതൊക്കെ കുറേ നമ്മൾ വീഡിയോ ഇട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് അനുഭവമുണ്ട്. ഇവളുടെ വീട്ടിൽ നിന്നാലും എൻ്റെ വീട്ടിൽ നിന്നാലും കുറേ നമ്മൾ കാരണം പഴമക്കാർ പലർക്കും ചിലരൊക്കെ ചെയ്യുമ്പോൾ അത് വേണ്ട പറയും. നമ്മൾ മോശമായിട്ടൊരു വീഡിയോ ഇട്ടല്ല, ചില വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഒരു വേണ്ടെന്ന് പറയും. അപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഫുള്ള് ബ്ലാക്കായി. കാരണം നമ്മൾ ഫുൾ ടൈം ഇതിന് സ്ട്രെയിൻ ഇവിടെ താഴൊക്കെ. കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞത് വേറൊരു കാര്യം വേണ്ടി പോയി ഡോക്ടർ ഞങ്ങനെ കാണിച്ചപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾ ഒന്നെങ്കിൽ ഗ്ലാസ് ഉപയോഗിക്കുക, ഇങ്ങനെ ഫോണോ എന്തെങ്കിലും ലാപ്പോ എന്തെങ്കിലും യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ നോർമൽ ഗ്ലാസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുമ്പോൾ ഇങ്ങനെയൊന്ന് പറഞ്ഞു. ഞാൻ രാത്രി 12 മണി 1 മണി ഇരുന്നിട്ട് എഡിറ്റ് ചെയ്തു. കാരണം നമുക്ക് ഡെയിലി വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യും. കാരണം നമുക്കൊരു വീക്കിൽ ഇത്ര വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ എന്നുള്ള മൈൻഡിലാണ്. കാരണം നമ്മൾ എപ്പോഴും വീഡിയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ചെറിയ ഷോർട്സ് വീഡിയോയിലും എന്തെങ്കിലും. അപ്പോൾ നമ്മുടെ എമൗണ്ട് പറഞ്ഞാൽ 8,000 സംതിങ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ വേണമെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട്, അത് നമ്മൾ ചെറിയ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ബ്ലാക്ക് ആയിട്ടേ വരുള്ളൂ, അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ നമുക്ക് ഫണ്ട് വന്നിട്ട് $100 ആയിട്ട് അതൊരു 7 days നമുക്കിത് റിവ്യൂ പോയിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫണ്ട് ഇതാവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു 7 ദിവസം നമുക്ക് വന്ന മെസ്സേജ് നമ്മുടെ ഫോണിലോട്ട് വരില്ല, നമ്മുടെ മോണറ്റേഷനിൽ പോയി കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൽ താഴെ കാണിക്കും, പേ ഔട്ടിൽ കാണിക്കും. ഇതുപോലെ തന്നെ 7 ദിവസത്തിനുള്ളിൽ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരും, വിസിബിൾ ആവും. വിസിബിൾ ആയിട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ പോയിട്ട് ചോദിക്കുക. കാരണം ഇത് പുറത്തുനിന്ന് വരുന്ന മണിയാണ്, അത് $US ആയിട്ടാണല്ലോ വരുന്നത്. പുറത്തുനിന്ന് വരുന്ന മണിയായതുകൊണ്ട് നമ്മൾ ബാങ്കിൽ പോയി പറയണം. കാരണം പുറത്തുനിന്ന് വരുന്ന മണി ആയതുകൊണ്ട് ചിലപ്പോൾ ചിലരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവില്ല. പിന്നെ എല്ലാവരും ബാങ്ക് അക്കൗണ്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് കൊടുക്കുക. മാക്സിമം നമ്മുടെ സെയിം അഡ്രസ്സ് അങ്ങനെയൊക്കെ ആവാൻ ശ്രമിക്കുക. പക്ഷേ എൻ്റെ ചെറിയ വേരിയേഷൻ ഉണ്ട്, പക്ഷേ എൻ്റെ എമൗണ്ട് വന്നു, എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ വന്നപ്പോൾ സമാധാനമായി. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കൊടുക്കുക. അങ്ങനത്തെ ഡീറ്റെയിൽസ്, പാൻ കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, എന്നാലും നമ്മുടെയൊക്കെ വരും. കാരണം ടാക്സും കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടോ അതൊക്കെ ക്ലിയർ ആയതായിട്ടേ നമ്മുടെ ഇതിലേക്ക് വരുള്ളൂ. നിനക്ക് എന്തെങ്കിലും പറയണ്ടോ? പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ടുള്ള നമുക്ക് അവർ സെൻഡ് ചെയ്തിട്ട് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ വരുന്നവർ നമുക്ക് 5ാമത്തെ ദിവസം വന്നിട്ടുണ്ട്. കാരണം നമുക്ക് 2 ദിവസം പിന്നെ സൺഡേയും സാറ്റർഡേയും മുടക്കം വന്നതുകൊണ്ട് നമുക്കത് ആ ദിവസം കൂട്ടാതെ 7 വർക്കിംഗ് ഡേയ്സിലാണ് നമുക്ക് ഫണ്ട് ക്രെഡിറ്റ് ആവുക. 7 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് 5ാമത്തെ വർക്കിംഗ് ഡേയ്സിൽ കാലത്ത് ഫണ്ട് ക്രെഡിറ്റ് ആകും. പുലർച്ചെ ഞാൻ നീച്ചപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ ഫണ്ട് ക്രെഡിറ്റ് ആയിരിക്കണം. மேக்கப் தானே கேட்டிருந்தாங்க. மேக்கப் ഇതിന്റെ மேக்கப்നെ குറിச்சிட்டு ஏன்னா எனக்கு அதிகமா மேக்கப் பண்றது வந்து பிடிக்காது. பிடிக்கும் எப்போச்சும் ஃபங்க்ஷனுக்கு அந்த மாதிரி போற டைம்ல மட்டும் லைட்டா தான் போடுவேன். மற்ற டைம் நான் போட மாட்டேன், நார்மலா தான். പക്ഷേ ഞങ്ങളുടെ ഉള്ള വളകാപ്പ് ഉണ്ടായിരുന്നു, അതിന് എന്നെ അടക്കം ഒരു മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചന്ദനം ഇതൊക്കെ തേച്ചിട്ട് അതിന്റെ നിങ്ങൾ മുമ്പ് വീഡിയോ എടുത്താൽ കാണും അതിൽ വളകാപ്പിന്റെ പോലെ. അതെന്താ വെച്ചാൽ ആയിക്കോട്ടെ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അപ്പൊ ഞങ്ങൾ ഈ എമൗണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടോ. ബൈ ബൈ. അപ്പൊ എന്തെങ്കിലും നമുക്ക് ഈ യൂട്യൂബിലോ ചാനൽ നടത്തുന്ന ഫേസ്ബുക്കിലോ പലരും യൂട്യൂബ് ഇട്ട് വയ്ക്കുന്നുണ്ട്, ഫേസ്ബുക്കിലോ നമുക്ക് എമൗണ്ട് വന്നു. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ വരും, എപ്പോഴും വരും. അപ്പോൾ അങ്ങനത്തെ കമൻറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് അവരുടെ നമ്പർ ഇടുക, അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇതിൽ ഫേസ്ബുക്കിലുണ്ട്, അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കാരണം നമ്മളപ്പം വിളിച്ച് നമ്മളിപ്പോൾ വർക്കിലോട്ട് എടുക്കാൻ പറ്റില്ല. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ എന്തെങ്കിലും റിപ്ലൈ. അതുപോലെ തന്നെ ഒരുവിധം എല്ലാവരും പറയണുണ്ട് എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ശരിയാണ്, ഞാൻ മാക്സിമം അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം പോകും. കമൻറ്റ് മാക്സിമം റിപ്ലൈ കൊടുക്കും. കാരണം അതിലും ചില കമൻറ്റ് വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക, നിങ്ങൾക്ക് കമൻറ്റിന് റിപ്ലൈ തരും. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ലൈക്ക്. പിന്നെ നമുക്കൊരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട്. ആ യൂട്യൂബ് ചാനൽ നമ്മൾ അധികം വീഡിയോസ് ഇട്ടിട്ടില്ല, എന്നാലും ഇട്ടുണ്ട്. പക്ഷെ അതിൽ ഈ ഫേസ്ബുക്കിൽ ഇട്ടിട്ടാണ് യൂട്യൂബിൽ ഇടാറുള്ളൂ. കാരണം ഫേസ്ബുക്ക് ആണല്ലോ നമ്മുടെ ദൈവം. അപ്പോൾ ഫേസ്ബുക്കിൽ ഇട്ടതിന് ശേഷം യൂട്യൂബിൽ ഉണ്ട്. അപ്പോൾ യൂട്യൂബ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത് നമ്മുടെ എല്ലാ വീഡിയോ യൂട്യൂബിൽ നമ്മൾ ഇടാം. ബൈ.